ഒരു മിനി ഡേ മൈ ലൈഫ് ആയാലോ. എന്നോട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ബ്രഷ് ചെയ്തു, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇനി കിച്ചണിലേക്കൊന്ന് പോയിട്ട് ഹിപ്പി ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതും ഉണ്ടാക്കി കഴിച്ചു. എൻ്റെ ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ടാട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചത്. ഞാൻ ബുക്സൊക്കെ എടുത്ത് വെച്ചു, ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചു, വാട്ടർ ബോട്ടിലും എടുത്ത് വെച്ചു. അപ്പോഴാണ് എൻ്റെ ദീദി വന്നത്. എൻ്റെ ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ ക്രാഫ്റ്റ്സൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വാലിൽ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് നോക്കി വെക്ക്, ഞാൻ എല്ലാം ഡീറ്റെയിൽ വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഏരിയയാണ് പിന്നെ. അപ്പം അതിനെ കൊണ്ട് കുറച്ച് നേരം കളിച്ചിരുന്നു. വണ്ടി വരാനായപ്പോൾ ഞാൻ ഇതാ താഴേക്ക് ബാഗ് എടുത്ത് പോയി. അവിടുന്ന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു വണ്ടി വരാൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ ദീദിയോടും ഉമ്മാനോടും കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി വന്നപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി കയറി. സ്കൂളിൽ നിന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഇതേപോലെ നിങ്ങളെന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാ വീഡിയോക്കും ലൈക്കും കമൻറ്റൊക്കെ ഇടണേ. ഞാൻ സ്കൂളിൽ വിട്ട് തിരിച്ചു വന്നത് എൻ്റെ വാപ്പാൻ്റെ കടയിലേക്കായിരുന്നു. എൻ്റെ ഉമ്മാനെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാപ്പാൻ്റെ കടയിലേക്ക് വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എൻ്റെ ഉമ്മ കൂട്ടാൻ വന്നു. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് ഹോംവർക്ക്സ് ചെയ്തു, ബുക്കൊക്കെ എടുത്തു വെച്ചു. ബുക്കൊക്കെ എടുത്ത് വെച്ച് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഇവിടുത്തെ ഫുഡ് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയും ലെഗ് പീസും ഒക്കെ ഞാൻ കഴിച്ചു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മധുരം കഴിക്കാനൊരു പൂരി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് സീപ്പപ്പൊടുത്ത് കഴിച്ചു. സീപ്പപ്പൊടുത്ത് കഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് റീൽസും കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ഷീണത്തിന് ശേഷം ഞാൻ പിന്നെ ബെഡിലേക്ക് പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.